ഹലോ രാധേ രാധേ സുഖമെല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെയിലി ബ്ലോഗാണ് കേട്ടോ. ഡെയിലി ബ്ലോഗാണ്, പിന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ കൂടിയാണ് കേട്ടോ. ഇന്ന് ഇവിടെ ഉത്തർപ്രദേശിൽ സംഭവം ഒരു പൂജയാണ് കേട്ടോ. എന്താ പറയുക, ഈ പൂജേൻ്റെ പേര് വട്ട് വൃക്ഷ് പൂജ എന്നിട്ടോ പറയാം. വട്ട് വൃക്ഷ് പൂജ സാവിത്രി ദേവിയുടെ പൂജയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഇതിൻ്റെ, പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ വട്ട് വൃക്ഷ് പൂജ എങ്ങനെയാണ്. ഇതിൽ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പൂജ. പൂജ കഴിയുന്നവരെ നമ്മൾ നോമ്പ് വെക്കണം കേട്ടോ. എന്നിട്ട് പൂജ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം. ഇതാണ് വട്ട് വൃക്ഷ് പൂജ കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട, ഇപ്പോൾ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ സസ്പെൻസ് ഒക്കെ പോവും. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ കുളിച്ച് മാറ്റി സംഭവം പൂജയ്ക്ക് പോകുമ്പോൾ സാരി ഇട്ടിട്ടാണ് പോവുക. പക്ഷെ ഇപ്പോൾ പോകുന്നില്ല, അറിയില്ല എപ്പോഴാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ അന്നേരം സാരി മാറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ സംഭവം കുളിച്ച് മാറ്റി റെഡിയായി. ഞാൻ ചെയ്ത ഗാർഡനിങ് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. കുറച്ച് സെറ്റപ്പ് ഒക്കെ ആക്കിനെ. കേട്ടോ ഇത് അരിയാണ് കേട്ടോ. itu kita bola apa yang itu ya और ये पेन टूल का था, दूसरा पेन टूल लेके आ जाओ, जाओ निकाल के लाओ अलमारी से. महावर बोलते हैं ना इसे. टोली कल चले जाएंगे यार, है ना. അരി സംഭവം എടുത്തിട്ടാണ് കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ കളറ് ഇടാട്ടോ മഹാവർ. പെട്ടെന്നാട്ടോ മാറ്റിയത് സംഭവം. ഞാൻ വിചാരിച്ച് കുറേ സമയം എടുക്കുമെന്ന്. അപ്പോൾ പെട്ടെന്ന് അമ്മ പറഞ്ഞ് പോവാനായി സമയം. അപ്പം അങ്ങനെ പെട്ടെന്ന് മാറ്റിയിട്ടോ. എനിക്ക് സാരി ഇടാൻ നിച്ചില്ല കേട്ടോ. എനിക്ക് ഒരു കുട്ടി ഇട്ട് തന്നതാണ്. ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു ഇട്ട് തന്നതാട്ടോ എനിക്ക് സാരി. അങ്ങനെ സമയമായിട്ടോ, ഇനി ഇറങ്ങാൻ നിൽക്കുകയാണേ. ഇവരെ എഴുന്നേറ്റിട്ടോ. ഇനി ഇവരെ എന്താ ചെയ്യാൻ ഞാൻ ആലോചിക്കുക. ഇവരാണെങ്കിൽ ഇവിടെ ചൂട് നല്ലോണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ കൊണ്ടുപോയാൽ ശരിയാവില്ല. ചലോ മാങ്ങ ഇതൊക്കെയാണ് കേട്ടോ കൊണ്ടുപോവുക അമ്പലത്തിലേക്ക്. ഇതിൽ മെയിനാണ് കടല കേട്ടോ. കടല വെള്ളത്തിലിട്ട് വെച്ചതിന് കേട്ടോ. പിന്നെ മായി, പൂരി, സിന്ദൂരം, വള, പിന്നെ നൂലിട്ടോ, പിന്നെ പൊട്ട്, മെഹന്തി, നൂലിട്ടോ, പിന്നെ പൈസ കണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടോ അമ്പലത്തിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ അമ്പലത്തിലേക്ക് പോവാട്ടോ. കൂടെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ. ക്യാമറമാൻ ആണേ ഹസ്ബൻഡ്. लो 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 नहीं
नहीं कर सकते. സാരീൻ്റെ തുണി കയ്യിൽ പിടിച്ചിട്ടാട്ടോ സിന്ദൂരം ദൈവത്തിന് തൊട്ട് കൊടുക്കേണ്ടത്. സുഹാഗിൻ്റെ എല്ലാ സാധനങ്ങള് ദൈവത്തിൻ്റെ അടുത്ത് വെക്കും കേട്ടോ. ഇത് വളയാണ് കേട്ടോ. മെഹന്തി കേട്ടോ. ഒരു 13 പിന്നെ പൂരി. ഇത് പൂരി അല്ല, കടലമാവ് കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ അത്. എത്ര കടല കയ്യിൽ നിന്ന് അത്ര പ്രാവശ്യം നമ്മൾ റൗണ്ട് അടിക്കണം കേട്ടോ. റൗണ്ട് അടിക്കുന്നതനുസരിച്ച് ഓരോ കടല ദൈവത്തിൻ്റെ അടുത്ത് ഇടണം കേട്ടോ. ഇനി 5 കേട്ടോ ബാക്കി. ഇതാട്ടോ നൂലാണ് കേട്ടോ. ഒന്നോ നീ കർ സക്ത. ഇത് കെട്ടിയിട്ട് ചുറ്റണം കേട്ടോ. 12 പ്രാവശ്യം കേട്ടോ ചുറ്റി കറങ്ങി നടക്കണം കേട്ടോ. अच्छी वाली डोल. अरे यार കെട്ടിട്ടോ.
चाची वो कसरत में ये कौन എട്ട് പ്രാവശ്യമായിട്ടോ. भाभी बड़ी भाभी उस साइड देखो। हाँ हाँ अभी सही है जगह तो बात है दी बस ठीक चलो भाई रे भैया हाँ सही ला मैं भी करना फिर अच्छा खोज दिया जाता है. अरे अरे यार अब फिर आए दोबारा यहाँ से लग जाए कल से ठीक है. अब वो कौन आप पानी क्यों खा लेने इससे बैठो ये सिंदूर दे दो लोगों को पिया 12 बजे 12 ना बता दी 12 दफे भेंट में 7:30 बजे थी भाई सबसे देर से आई मौधा कुछ काम से लीजिए हाँ तो अब ये तुम रिक्शा निकलते हैं 12 പ്രാവശ്യം കേട്ടോ. दवाई लिया हम लोग जा रहे हैं ठीक है अबे नहीं गोली में ले वो चूड़ी बोला भैया काम बीजा ये चूड़ी तुम्हारे नाम पे क्या है 4 है. और रुपया हमें दान करो हमारा सही ये क्या है? ये 11 चना इसको छील लेना ऐसे अच्छा और 11 चना 12 हूँ भर रही है और मुरैना ना नहीं, चने को भी छीलना है. हाँ हाँ अच्छा हम तो ये 12 करती हैं हाँ तो कितने बन ഇതിന് ബറയ്യ എന്നാട്ടോ പറയാ. ബൗറയ്യ की बरैया बरैया बोलते हैं. वैसे ये होती किस चीज की है? ഇത് ഞാൻ ചോദിച്ചുട്ടോ എന്താ സംഭവം. അപ്പൊ ഈ മരം ഉണ്ടല്ലോ ഇതിന് ബോൺസായി ട്രീ എന്നാട്ടോ പറയാ ഇംഗ്ലീഷില്. ബോൺസ് ആ അതാ ഈ ചെക്കൻ ഈ സാധനം കേട്ടോ പറക്കിനെ മുകളിൽ കയറിയിട്ട് ഇതിന് എന്താണ് ബോൺസായി ട്രീ ആട്ടോ പറയാ ഇംഗ്ലീഷ്. പിന്നെ അതിൻ്റെ ആ മരത്തിൽ നിന്ന് എടുത്ത സാധനം കേട്ടോ ബറയ്യ. പിന്നെ കടല കേട്ടോ. എത്ര 2 4 6 8 10 11 കടല പിന്നെ 1 ബറയ്യ കേട്ടോ. അങ്ങനെ 12 സാധനം. ഇതെനിക്ക് എങ്ങനെ അറിയോ? ഈ കടല
സംഭവം കടിച്ച് കഴിക്കണ്ട, മിണങ്ങണം കേട്ടോ. നമ്മൾ ടാബ്ലറ്റ്സ് മിണങ്ങൂളെ അതേപോലെ തന്നെ കേട്ടോ, മിണങ്ങ. ദൈവമേ, फंस जाती है. चलो भाई ये बोतल डालो, बोतल डालो, चलिए ഒരു പറയട്ടോ, ഒന്നിച്ചെല്ലും കൂടി മിണങ്ങാൻ കേട്ടോ. ഒരെണ്ണം തന്നെ മിണങ്ങാൻ ഭയങ്കര പണിയാ. ഒന്നിച്ചെങ്ങനെ മിണങ്ങാൻ ആലോചിക്കാം. कौन हो पाएगी, एक ही गले में लग जाती है. पानी पे जा घाटन जा अंदर का जा बस हाँ कितनी रह गई हैं और 5 रह गए. चाचा से गया, चाचा से गया, चाचा से मैं सुनो तो चाचा से गया, फिर बाहर चलो, मैंने गुटके बाहर चला, तुम गुटका समय भी गुटके എനിക്ക് കിട്ടിയ സാധനമൊക്കെ ഇതിന് ഓലി എന്നാട്ടോ പറയാ. അപ്പോൾ ഈ സാധനമൊക്കെ വീട്ടിൽ പോയിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കിട്ടിയതാ, ഇത് മസ്ക് മെലനാണ് കേട്ടോ. പിന്നെ വള എത്ര എണ്ണമാണ്? പിന്നെ പൊട്ട് കേട്ടോ, പൊട്ട്. ഇത് എത്ര 6 കേട്ടോ. പിന്നെ പൂരി 4. അങ്ങനെ കഴിഞ്ഞിട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്നിട്ടോ. പിന്നെ പെട്ടെന്ന് മാറ്റി, ഭയങ്കര ചൂടാട്ടോ. ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണ് ചൂട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഭയങ്കര ചൂടാണ്. അങ്ങനെ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ ഡ്രസ്സ് മാറ്റി. ഇനി എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഓലിയിൽ കിട്ടിയ സാധനം സമയം എനിക്ക് ഈ അമ്പലത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ അതിന്ന് എനിക്ക് ഫസ്റ്റ് കഴിക്കണം. പിന്നെ ബാക്കി ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഉപ്പുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന നുറുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഈ നുറുക്ക് കണ്ടിട്ട് എനിക്ക് രാവിലെ മുതലേ കഴിക്കാൻ കൊതിയാവട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും ഇത്രയും നേരം വരെ പേഷ്യൻസ് വെച്ചതല്ലേ, അപ്പോൾ കുറച്ചും കൂടി പേഷ്യൻസ് വെച്ചിട്ട് കുറച്ച് അമ്പലത്തിൽ നിന്ന് കിട്ടിയ സാധനത്തിന് കുറച്ച് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള വൈകുന്നേരം കഴിക്കും കേട്ടോ. അപ്പോൾ വേഗം കഴിക്കട്ടെ. പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഇതാട്ടോ ട്രൈ ചെയ്യുക. അങ്ങനെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ കേട്ടോ ഇതൊക്കെ. ഇതൊന്നും എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. മസ്ക് മെലൻ, മായി കേട്ടോ, മായി. മായി കഴിച്ച് കഴിഞ്ഞിട്ടോ. ഇനി നുറുക്ക് കഴിക്കാട്ടോ. ഈ കടല മിണുങ്ങി സൗണ്ട് ഒന്നായിട്ട് പോയ പോലെ. മോളെ ഫേസ് കണ്ടിട്ട് ചിരി വരാട്ടോ. ഒരു വേറൊരു ഫേസിലെ എക്സ്പ്രഷൻ.
ഈവനിങ് ആയിട്ടോ. ഞാൻ ഉറങ്ങിപ്പോയി. സംഭവം ആ അമ്പലത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇപ്പോഴാണ് എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പാനിപ്പൂരി അയച്ചു തന്നു കേട്ടോ. പാനിപ്പൂരി മോന് കഴിക്കാനിരിക്കുകയാണ് പാനിപ്പൂരി. ഇവിടുത്തെ പാനിപ്പൂരി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാട്ടോ, ഇത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ്, പൊട്ടാറ്റോ, ഉള്ളി, പിന്നെ ബത്താഷ്, പാനിപ്പൂരി കേട്ടോ. പിന്നെ പാനിപ്പൂരി വെള്ളം കേട്ടോ, പാനിപ്പൂരിൻ്റെ വെള്ളം. ഇതൊരു 50 രൂപയ്ക്കാട്ടോ ടോട്ടല്. ഇല്ലല്ലോ ठीक है पापा मैंने खाया है सर मैं सच बोल पता है और तो होता है मैं तो तेरे साथ बोलते हैं ये नहीं पूरा कल चिल्ला के दिखा. പാനിപ്പൂരി കഴിച്ച് കഴിഞ്ഞിട്ടോ. ഇനി കുറേ പണിയുണ്ട് ചെയ്യാൻ. ഇന്നാണെങ്കിൽ ഞാൻ അടിച്ചു വാരിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അടിച്ചു വരാണ്ട് അത് പിന്നെ സന്ധ്യ ആകുമ്പോൾ അടിച്ചു വരാൻ പാടില്ല എന്നോട്ടോ പറയല്. അപ്പോൾ അങ്ങനെ സന്ധ്യ സമയത്തൊന്നും അടിച്ചു വരില്ല കേട്ടോ. ഒരു 8 മണി ആ സമയമാകുമ്പോൾ രാത്രി അപ്പോൾ വേണമെങ്കിൽ അടിച്ചു വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിയാണ് അടിച്ചു വരാം. പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കഴുകാൻ കുറേ പാത്രം ഉണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഇന്ന് കിട്ടിയ എനിക്ക് ഓലി എന്ന് പറയുന്നത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ എനിക്ക് കഴിക്കാൻ വേണ്ടി സാധനങ്ങൾ കിട്ടിയത്. ഞാൻ കഴിച്ചിട്ടില്ല, ഫുള്ള് കഴിച്ചിട്ടില്ല, ഇനിയുണ്ട് കുറേ ബാക്കി. അപ്പം അത് എനിക്ക് എന്നെ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കണം കേട്ടോ. ഞാൻ എന്താ ചെയ്യുക, ടെൻഷനിലാകെ. പിന്നെ ഇന്നത്തെ ഒരു ദിവസമാണ് എനിക്ക്, അത് ഇന്ന് ഒരു ദിവസം കൊണ്ട് തീർക്കണം. സമയം വേഗം പോകുന്നുണ്ട് കേട്ടോ തിന്നാനുള്ള ആലോചിച്ചിട്ട്. എനിക്ക് മെയിൻ എനിക്ക് പൂരി ഇങ്ങനത്തെ സംഭവം തീരെ ഇഷ്ടമല്ല കേട്ടോ. പൂരി ഇഷ്ടമല്ല, മായി ഇഷ്ടമല്ല, ടേസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ തൊടൽ തന്നെ ഇല്ല. പക്ഷെ ഇങ്ങനത്തെ പൂജയൊക്കെ വരുമ്പോൾ എനിക്ക് അതൊക്കെ കഴിക്കാൻ കിട്ടല്. അങ്ങനെ വേഗം പണി ചെയ്യട്ടെ. ഇപ്പോൾ നോക്കാം ഏതാ സമയം കഴിക്കാൻ തോന്നുക, അന്നേരം അത് കഴിക്കും കേട്ടോ. അപ്പം ഇനി വേഗം പാത്രം കഴിക്കട്ടെ, പിന്നെ ഫുഡ് ഉണ്ടാക്കണം. അപ്പം ഇനി കാണട്ടോ.
പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ ഇരുടായി. ഫുഡിൻ്റെ ഭയങ്കര ടെൻഷനാട്ടോ. ഈവനിങ് ആകുമ്പോൾ അന്നേരം ആലോചിക്കും എന്താ ഉണ്ടാക്കുക ഒരു ഐഡിയ കിട്ടില്ല. ഇതിൽ ഗുലാബ് ജാമുനാണ് കേട്ടോ. എന്താ പറയുക, ഇന്ന് ഹസ്ബൻഡ് പുറത്ത് പോയിന്ന്. അപ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് വാങ്ങിയതാട്ടോ. കാണിച്ചത് നിങ്ങൾക്ക് ഇവിടുത്തെ ഗുലാബ് ജാമുൻ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് റവടിയാണ് കേട്ടോ. റവടി പാലോണ്ടാട്ടോ ഉണ്ടാക്ക. ഇതാണ് കേട്ടോ ഗുലാബ് ജാമുൻ. इसको जामुन बोलते हैं, गुलाब जामुन. हाँ, ओके. ഇതാട്ടോ ഗുലാബ് ജാമുൻ. മോക്ക് ഇഷ്ടാട്ടോ ഗുലാബ് ജാമുൻ. യമ്മി बोल तो टेस्टी है. गुलाब जामुन. ഗുലാബ് ജാമുൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ രസഗുള ആണെങ്കിൽ കുറച്ചൊക്കെ ഇഷ്ടമാട്ടോ. ആ സ്പോഞ്ച് ടൈപ്പ് ഇങ്ങനെ രസഗുള ആണെങ്കിൽ സ്പോഞ്ച് ആയിട്ടുണ്ടാവുക, പാലുകൊണ്ടിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ കുറച്ചൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ ഗുലാബ് ജാമുൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. സംഭവം ഓവർ മധുരമായിട്ടാണ് തോന്നുക കേട്ടോ. പിന്നെ അതിലും ഓവർ മധുര. പക്ഷെ അതിൻ്റെ ആ സ്പോഞ്ച് ആയതുകൊണ്ട്, രസഗുള സ്പോഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ നീരൊന്നായിട്ട് ഒഴിവാക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കഴിക്കും. മോള് ചോദിക്കാൻ ഞാൻ എങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പൊ ഞാൻ മസൂർ പരിപ്പാട്ട് ഉണ്ടാക്കാൻ പോകുന്നേ. പരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇത് പരിപ്പ് ഉണ്ടാക്കി വറവൊക്കെ ഇട്ടിട്ട് കുറച്ച് തക്കാളിയൊക്കെ വാട്ടിയിട്ട് പിന്നെ ഈ പരിപ്പ് ഇതിലിടും കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. ഇത് മല്ലിച്ചപ്പാട്ടോ ലാസ്റ്റ് ഇട്ടത്. താങ്ക് യു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയാട്ടോ വന്നേ. നാത്തൂന്, വലിയ നാത്തൂന് മീൻസ് ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്റർ കേട്ടോ. ഓര് വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്നാട്ടോ വന്നത്. അപ്പോൾ കാണിച്ചതാ ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞിപ്പോൾ 1 വർഷം ആയിട്ടില്ല. മെയ് മാസത്തിലാണല്ലോ കല്യാണം കഴിഞ്ഞത്. അതിന് മുന്നേ ഗോഡ് ഗിഫ്റ്റ് ഒക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
കസിൻ സിസ്റ്ററാണ്. പിന്നെ ഗോഡ് ഗിഫ്റ്റ് നമ്മുടെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ, കുറച്ച് സമയമായി. അപ്പൊ ഇവര് വന്ന് ഇവരില്ലേ ഇവിടുത്തെ സിസ്റ്റം കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ അതിന്നെ കണ്ടിട്ടാണോന്ന് എനിക്കറിയില്ല. ഇത് ചുരിദാറ് കണ്ടിട്ടാട്ടോ വന്നേ. കൊറേ കഴിഞ്ഞിട്ടോ വന്നേ. ഈ ചേച്ചി കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്പോഴാട്ടോ കാണണേ. അപ്പൊ ഈ ചേച്ചിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സംഭവം ക്ഷീണിച്ചോ അല്ലെങ്കിൽ കുഴപ്പമില്ല അതേപോലെ തന്നെ ആണോ എന്ന് എന്തായാലും ഫീഡ്ബാക്ക് തരണം കേട്ടോ. हाँ तो पता है ऐसे में नीचे रहता ना इसके ध्यान से रखना അപ്പോൾ പുതിയ ഗസ്റ്റ് ആണ് കേട്ടോ, ഗോഡ് ഗിഫ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഇത് തരണം കേട്ടോ. നിങ്ങൾ നല്ല നല്ല കമൻസ് ചെയ്യണേ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഹസ്ബൻഡാണെങ്കിൽ ചെടിയിൽ വെള്ളം നനയ്ക്കുക കേട്ടോ. മോള് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. മോക്ക് മോർണിംഗ് ഇപ്പോഴാട്ടോ ആയത്, ഉറങ്ങണ സമയത്ത് കേട്ടോ. ഇപ്പോഴാണ് മോള് കുളിച്ച് മാറ്റി റെഡി ആയത്. എന്താ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ നിങ്ങൾ കാണിച്ചതാ ഇന്ന് എന്താ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് മസൂർ പരിപ്പാണേ. ഇവിടെ മസൂർ ദാൽ എന്നാട്ടോ പറയാ. ചോറ്, ഉപ്പേരിയാണ് കേട്ടോ, മസൂർ ദാൽ. അങ്ങനെ കഴിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും വന്നോളി, എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്തെങ്കിലും ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വ്ലോഗിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്റ്റേ സേഫ്. ഇതാട്ടോ മസൂർ ദാൽ, ചോറ്, ഉപ്പേരി. ഞാൻ ചപ്പാത്തി ഇങ്ങോട്ടേക്ക് മാറിയതിൻ്റെ ശേഷം ഞാൻ ആ ചപ്പാത്തി കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കും ഡെയിലി ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, പക്ഷെ ഞാൻ കഴിക്കില്ല. അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം.